ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സോന. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മഞ്ഞുവയൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2023 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ അമ്മ, പേര് ഷൈനി. അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാനൊരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ച് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ് ഞാൻ നേഴ്സിംഗ് പാസ്സാവണം എന്നുള്ളത്. അത് ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താലും ഈശോയുടെ അനുഗ്രഹത്താലും ഞാനത് പാസ്സായി. രണ്ടാമത് വെച്ചിരിക്കുന്ന ഒരു നിയോഗമായിരുന്നു എനിക്ക് വിദേശത്ത് ഒരു ജോലി വേണമെന്നുള്ളത്. എൻ്റെ ചേച്ചി അയർലൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനതൊരു നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി 4 വട്ടം പുതുക്കി. ഞാൻ ഉടമ്പടി 4 വട്ടം പുതുക്കി. ഞാൻ ഓരോ വട്ടം OET എഴുതാൻ വേണ്ടി വരുമ്പോഴും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 4 വട്ടം OET എഴുതി. ഈ OET എഴുതുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണല്ലോ, ഞാനിപ്പോൾ പാസ്സാകും. ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ഞാൻ മുടങ്ങാതെ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ പാസ്സാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ വട്ടവും എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ OET എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. ഞാൻ ആ സമയത്ത് OET എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 1.5 വർഷത്തെ ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഓരോ വട്ടം എഴുതുമ്പോഴും ഫെയിലായിക്കൊണ്ടിരിക്കുമ്പം നമുക്കറിയാം എത്ര അതൊരു ഡിപ്രഷനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലായിരുന്നു, ആരോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു, ഒന്നിനോടും തന്നെ ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിലോട്ട് മാറി. പിന്നെ ഞാൻ ജോലിക്ക് കയറി. പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പഠിത്തത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ കഴിവാൽ ഇതെനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഓട്ടോക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, പത്രം അരച്ചു കുടിച്ചാൽ നീ ജയിക്കുമോ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത്ര നിന്നയൊക്കെ കിട്ടിയിട്ടും ഞാൻ എന്തുകൊണ്ട് ജയിക്കുന്നില്ല എന്നിതാക്കി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എത്രത്തോളം നിന്ദകൾ കിട്ടിയാലും അവസാനം ദൈവം അമ്മ മാതാവ് നിന്നെ ജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് ചെയ്ത് എനിക്ക് കിട്ടിയ കുറച്ച് സമയത്ത്, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അറിയാം എത്രത്തോളം തിരക്കും കാര്യങ്ങളും ഉണ്ടെന്ന്. ഞാൻ അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചു, വളരെ കുറച്ച് സമയം പഠിച്ചു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് പഠിച്ചുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചും പഠിച്ചും. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. എൻ്റെ അമ്മ പുറത്ത്, എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് പിടിച്ച് നിന്ന് അമ്മ പ്രാർത്ഥിച്ചു. ഞാൻ ഓരോ മൊഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു, ഞാൻ റീഡിങ്ങിലേക്ക് കയറി. ഞാനവിടെ വായിച്ചിരുന്നു. ലാസ്റ്റ് 5 മിനിറ്റ്സ് ഉള്ളപ്പം എനിക്ക് സി പാട്ടും ഡി പാട്ടും ചെയ്യാനുള്ള സമയമില്ല, 5 മിനിറ്റാണ് ബാക്കിയുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. ഞാൻ കാശുരൂപം കയ്യിൽ മുറുക്കി പിടിച്ചു. ഞാൻ കണ്ണടച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. താഴേന്ന് മുകളിലേക്ക് കറുപ്പിക്കാൻ തുടങ്ങി. ഞാൻ കറുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സമയം തീർന്നു. വായിക്കുക പോലും ചെയ്യാതെ ഞാൻ ചെയ്തു. എനിക്ക് ഈ വട്ടം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നുള്ള രീതിയിൽ, കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ താഴേന്ന് മുകളിലേക്ക് കറുപ്പിച്ച് വിടുകയാണ് ചെയ്തത്. ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി എടുക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നു എന്ന് പറയുന്നത്. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ റിസൾട്ട് തുറന്നു നോക്കി. അമ്മ മാതാവും തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അയർലൻഡ് സ്കോർ തന്നെ കിട്ടി. ഞാൻ OET പാസ്സായി. അതാണ് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് OET കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ചേച്ചി അയർലൻഡിലുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ അനിയത്തി ഇതുപോലെ പാസ്സായിട്ടുണ്ട്, അവൾക്കൊരു വേക്കൻസി ഇവിടെ ഉണ്ടാവുമോ എന്ന്. അവർ പറഞ്ഞു, ഒരു വേക്കൻസി ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ആരെ പിരിച്ചു വിട്ടിട്ട് നിൻ്റെ അനിയത്തീനെ എടുക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. ശക്തമായ പ്രാർത്ഥനയുടെ ഫലത്താൽ തലേ ദിവസം വിളിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് നാളെ വൈകുന്നേരം ഇൻ്റർവ്യൂ ആണെന്ന്. എനിക്ക് പ്രത്യേകിച്ച് എന്താ അവിടെ ചോദിക്കുക പറയുക, നാട്ടിലാണ് ഞാൻ പഠിച്ചത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ തുടങ്ങി.
ഞാൻ എന്താ പറഞ്ഞതെന്ന് അവർക്കും അവരെന്താ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നപ്പോഴും അവരെന്നോട് പറഞ്ഞത്, ഈ ജോലിക്ക് ഒരു ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം എന്നെ അവിടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉറപ്പുമില്ലാത്ത രീതിയിൽ എനിക്ക് പോകാനായി. ഞാനിവിടെ വന്ന് 6-ാം തീയതി 2025 ജൂൺ 6 മെയ് 6-ാം തീയതി ഉടമ്പടി പുതുക്കി. എനിക്ക് വിസ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു. എൻ്റെ വിസ റിജക്റ്റ് ആവില്ല, എൻ്റെ കൂടെ മാതാവും ഈശോപ്പയും ഉണ്ടെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ ടിക്കറ്റ് എടുത്തു. 9-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്തു. ഞാനിവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് എനിക്ക് വിസ കൈ കിട്ടുന്നത്. ഞാൻ മെയ് 9-ാം തീയതി 2025 മെയ് 9-ാം തീയതി ഞാൻ അയർലൻഡിലേക്ക് കയറിപ്പോയി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഞാൻ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മൗത്ത് അൾസർ വരുമായിരുന്നു. അത് എൻ്റെ നാവിൻ്റെ അടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. കണ്ടാൽ നമുക്കൊരു ക്യാൻസർ പോലെയൊക്കെ തോന്നുമായിരുന്നു. റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 7 ദിവസം ഉണ്ടാകും അത്. 7 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനുമാണ് അതൊന്ന് ഹീലാവാൻ തുടങ്ങുക. അത് കഴിയുമ്പോഴത്തേനും അത് വീണ്ടും പുതിയത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരെണ്ണമായി 2 റിക്കറൻ്റായിട്ട് അത് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലുകളിൽ കാണിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുമില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അമ്മ അതൊരു ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ സെക്കൻഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായി. എല്ലാവരും ഇരുന്ന് പഠിക്കുകയാണ്. എനിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നാവും പല്ലും കൂടെ കൂട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേദന കാരണം ചെവിയിലേക്കെല്ലാം നീരും കാര്യങ്ങളൊക്കെ ആയി. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഒരു വൈകുന്നേരം ഒരു ബക്കറ്റും എടുത്ത് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ദൈവമേ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് എനിക്ക് അമ്മ തന്നൊരു കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നാവിൻ്റെ അടിയിൽ വെച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും ഫലമായിട്ട് ഇന്നേ വരെ എനിക്ക് ആ മൗത്ത് അൾസർ പിന്നെ വന്നിട്ടില്ല. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് ഓട്ടോക്കാർക്കാണ്. ഓട്ടോക്കാരെന്ന് പറയുന്നത് നമുക്കറിയാം, കുറച്ച് എന്താ പറയുക, ഇതൊക്കെ കൊടുക്കുമ്പോഴും ഏറ്റവും നിന്ദകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഇപ്പം നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് ഓർഫനേജിലും കാര്യങ്ങളിലും എല്ലാം വേണ്ടത്ര സാമ്പത്തിക സഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അർഹതപ്പെട്ട ആൾക്കാർക്ക് ഞാൻ അമ്മ വഴി എല്ലാവരിലേക്കും അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. പഠിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ അമ്മയോടൊപ്പം കൂടി കുടുംബ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു. ഈശോയും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു.